എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അത് 15 ദിവസം കൊണ്ടും സി അത് 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ 3 പേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇപ്പോൾ സാധാരണ രീതിയിൽ XYZ ഡിവൈഡഡ് ബൈ XY പ്ലസ് YZ പ്ലസ് XZ എന്നൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ ഇത്തരത്തിൽ ഗുണിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് സമയമൊക്കെ ആവശ്യം വരും. അതിന് പകരം നമുക്ക് LCM മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കാം. അതായത് ഈ 3 സംഖ്യകളുടെ LCM എടുക്കുക. 10, 15, 30. അപ്പോൾ ഈ 3 സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് 30 കിട്ടും. ഇനി അതിനെ ഓരോന്നും കൊണ്ട് ഹരിക്കുക. അതായത് 30/10. എ എന്നത് 3 ആയിട്ടൊരു വാല്യൂ കിട്ടും. ബി 30/15 2 എന്നൊരു വാല്യൂ കിട്ടും. സി 30/30 1 എന്നൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഇവർ 3 പേരും കൂടി ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതാണ്. അതായത് 3 + 2 + 1 6 എന്നത്. അപ്പോൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു പറയുന്നത്? നമുക്ക് ആകെ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് ഈ LCM ആയ 30 അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് 6. അങ്ങനെയാണെങ്കിൽ 30/6 5 ദിവസം കൊണ്ട് ഈ ജോലി തീർക്കും. 5 എന്നതാണ് ആൻസർ. എയും ബിയും ചേർന്ന് ഒരു ജോലി 6 ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കും. എ ഒറ്റയ്ക്ക് 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എന്നാൽ ബി ഒറ്റയ്ക്ക് അത് തീർക്കാൻ എത്ര ദിവസം വേണം? അപ്പോൾ ഇവിടെ 6, 9 എന്ന സംഖ്യകളുടെ LCM എടുക്കുക. അപ്പോൾ 18 കിട്ടും. A + B എന്നത് 6 ദിവസം കൊണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 18/6 3 എന്ന് കിട്ടും. അതുപോലെ തന്നെ എ ഒറ്റയ്ക്ക് 9 ദിവസം. അപ്പോൾ 18/9 2 എന്നും കിട്ടും. അപ്പോൾ A + B ആണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ബി തനിച്ച് ചെയ്യണമെങ്കിൽ എയുടെ വില കുറച്ചാൽ മതി. 3 - 2 ബി 1 എന്ന് കിട്ടും. അപ്പോൾ 18/1 18 ദിവസം വേണം ബിക്ക് ഒറ്റയ്ക്ക് ആ ജോലി ചെയ്തു തീർക്കാൻ. എ, ബി, സി എന്നീ 3 പേർ ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. എ, ബി എന്നിവർ മാത്രം അത് 16 ദിവസങ്ങൾ കൊണ്ട് ചെയ്യും. എങ്കിൽ സി ഒറ്റയ്ക്ക് അത് എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്യും? അപ്പോൾ ഈ 12, 16 എന്നീ സംഖ്യകളുടെ LCM കാണുക. അപ്പോൾ 48 എന്ന് കിട്ടും. അപ്പോൾ A + B + C എന്നത് 48/12 4 എന്ന് കിട്ടും. അതുപോലെ തന്നെ A + B എന്നത് 48/16 3 എന്നും കിട്ടും. അപ്പോൾ സി എന്നത് 4 - 3 1 എന്ന് കിട്ടും. ആകെ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് 48. 48/1 സിക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ 48 ദിവസങ്ങൾ വേണ്ടി വരും.